ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജൂബീസ് ഫ്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു സെഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരറിവും ചെറുതല്ല. അടുക്കളയിൽ ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനം എന്താണ്? മസാല പൊടിക്കാനോ അല്ലെങ്കിൽ അരി അരയ്ക്കാനോ ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നത്. അതെ, മിക്സി. ഈ മിക്സിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? ഇതിനെക്കുറിച്ച് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ തന്നെ മതി. പക്ഷേ ഒരറിവും ചെറുതല്ല. അപ്പോൾ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്കറിയാമോ ആദ്യത്തെ ഇന്ത്യൻ മിക്സി ഏതാണെന്ന്? ഇന്ത്യൻ മിക്സി ആദ്യത്തേത് സുമിത് യഥാർത്ഥത്തിൽ വികസിപ്പിച്ചെടുത്തതും രൂപകൽപ്പന ചെയ്തതും ബോംബെ, അതായത് ഇന്നത്തെ നമ്മുടെ മുംബൈയിലാണ്. ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കഥയുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് പറയാം. മിസ്സസ് മാധുരി മഥൂർ ജർമ്മനിയിൽ നിന്നുള്ള ബ്രൗൺ ബ്ലെൻഡർ ആണ് അവരുടെ മിക്ക പാചകത്തിനും ഉപയോഗിച്ചത്. കാര്യക്ഷമമായി ഇരിക്കുമ്പോൾ ഇന്ത്യൻ പാചകത്തിൽ ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ പൊടിക്കാൻ കഴിയില്ലെന്ന് അവർ ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു ദിവസം ഇന്ത്യൻ പാചകത്തിന് ആവശ്യമായ ഹെവി ഡ്യൂട്ടി ഗ്രൈൻഡിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മോട്ടോർ കത്തിപ്പോയി. ഇന്ത്യയിൽ ബ്രൗൺ സേവന കേന്ദ്രങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ മിസ്സസ് മഥൂർ എത്രയും വേഗത്തിൽ നന്നാക്കാൻ ഭർത്താവിനെ വെല്ലുവിളിച്ചു. എഞ്ചിനീയർ ആയിരുന്നെങ്കിലും മിസ്റ്റർ സത്യപ്രകാശ് മഥൂർ മിക്സി ശരിയാക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്തു. ഇന്ത്യൻ പൊടിയുടെ കാഠിന്യത്തെ നേരിടാൻ കഴിവുള്ള ഒരു മോട്ടോർ ഉപയോഗിച്ച് ഒരു പുതിയ മിക്സി രൂപകൽപ്പന ചെയ്തു. 1963 മിസ്റ്റർ മഥൂർ പവർ കൺട്രോൾ ആൻഡ് അപ്ലയൻസസ് കമ്പനി എന്ന കമ്പനി ആരംഭിച്ചു. സീമെൻസ് ഇന്ത്യയുടെ 4 ജീവനക്കാർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. 2 വർഷത്തിനുള്ളിൽ അവർക്ക് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള ഇലക്ട്രിക് മോട്ടോറും തയ്യാറായി. 1970 ആയപ്പോഴേക്കും പൊടിക്കാനും അരയ്ക്കാനും ഒരൊറ്റ ജാർ അവർ രൂപകൽപ്പന ചെയ്തെടുത്തു. 80കളുടെ തുടക്കത്തിൽ ഓരോ മാസവും 50,000 സുമിത് മിക്സികൾ വിൽക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ലഭ്യമായ ഏക ബ്രാൻഡായിരുന്നു ഇത്. ബ്രാൻഡിനെ നിർമ്മിക്കാൻ മിസ്സസ് ആൻഡ് മിസ്റ്റർ മഥൂർ ഒരുമിച്ച് പ്രവർത്തിച്ചു. എങ്ങനെയെന്നതും രസകരമാണ്. ഒരു പ്രാരംഭ വായ്പ തുകയ്ക്കായി അവർ കൊളാട്രൽ ഏർപ്പെടുത്തി. ഡിസൈനർമാരും ഉൾപ്പെടാതെ കൺസെപ്ച്വലൈസേഷനും എക്സിക്യൂഷനും എല്ലാം മഥൂർ തന്നെ ശ്രദ്ധിച്ചു. മിസ്റ്റർ മഥൂർ എഞ്ചിനീയറിംഗ് ഇൻപുട്ടുകൾ നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപയോക്താവിൻ്റെ കാഴ്ചപ്പാടുകൾ നൽകി. അങ്ങനെ സുമിത് ജനിച്ചു. സംസ്കൃതത്തിൽ സുമിത് എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്ത് എന്നാണ് അർത്ഥമാകുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ.